വെൽക്കം ബാക്ക് ടു വെബ്. ഓക്കെ, വീണ്ടും റിസർച്ച് മെത്തഡോളജിയിലാണ്. ഇത് പാർട്ട് 5 ആണ്. അതിനകത്ത് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എക്സാമുകളിൽ മാത്രം കാര്യം പറയുന്നല്ലോ, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാ പറഞ്ഞ മാതിരി ഹൈപ്പോത്തിസിസ് ഒക്കെ പോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിലേക്കാണ് പോകുന്നത്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന സമയത്ത് ചോദിക്കാൻ 100% സാധ്യത, 150% സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് പറയാൻ പോകുന്നത്. ഏരിയയാണ് പറയാൻ പോകുന്നത്. നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മളത് റിസർച്ചിൻ്റെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസർച്ചിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാറ്റ കളക്ഷൻ അല്ലേ. എങ്ങനെ നമ്മൾ ശരിക്കും ഡാറ്റ കളക്ഷൻ നടത്തുന്നുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ പല സാമ്പിളിംഗ് മെത്തേഡും പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് പല ആൾക്കാരും ഡാറ്റ കളക്ട് ചെയ്യുന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ മെത്തേഡ്സിലാണ് പ്രധാനമായിട്ടും എന്താ നടക്കുന്നത്. സാമ്പിളിംഗ് പ്രൊസീജിയർ. എങ്ങനെയാണ് സാമ്പിളിംഗ് നടത്തുന്നത്? നമ്മളുടെ ഈ പറയുന്നൊരു പോപ്പുലേഷൻ എന്ന് പറയുന്ന മനുഷ്യന്മാരായിരിക്കും. മനുഷ്യന്മാരിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പോപ്പുലേഷൻ എടുക്കേണ്ടി വരും? ഈ പറയുന്ന എല്ലാ ജനങ്ങളിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? ഓക്കെ, എല്ലാ ജനങ്ങളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റിസർച്ച് ഒരിക്കലും തീരില്ല. പക്ഷേ നമ്മൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ നടത്തും. എന്താണ് ആ പ്രൊസീജിയർ നോക്കാം അല്ലേ. പോപ്പുലേഷൻ, ഒന്നാമത് പോപ്പുലേഷൻ എന്താ നോക്കാം. The population in a research refers to entire group or collection of individual items, elements that are subject study and about which you want to draw conclusion. നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന മീൻസ് റിസൾട്ടിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു പോപ്പുലേഷൻ്റെ അകത്തുനിന്നുള്ള ഗ്രൂപ്പിനെ കുറിച്ച്, എൻ്റെ ഗ്രൂപ്പോ അല്ലെങ്കിൽ കളക്ഷനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലോ, ഈ പറയുന്ന മുഴുവൻ സാധനങ്ങൾ പറയുന്ന പേരാണ് നമ്മൾ പറയാണ്ട് എൻ്റെ കളക്ഷൻ, എൻ്റെ ഡാറ്റ കളക്ഷൻ ഇന്നൊരു പോപ്പുലേഷനകത്താണ്. ഓക്കെ, അല്ലെങ്കിൽ പറഞ്ഞ കുട്ടികളെടുത്താണ് എൻ്റെ പോപ്പുലേഷൻ, അല്ലെങ്കിൽ എൻ്റെ ടീച്ചർമാരാണ്, അല്ലെങ്കിൽ യങ് അഡൽട്ട്സ് ആണ്, അഡോളസെൻ്റ് ആണ്, ഓക്കെ, സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് ആണ്, കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ആണ്. അങ്ങനെ നമ്മൾ പല രീതിയിലുള്ള പോപ്പുലേഷൻ പറയാറുണ്ടല്ലോ. അതിനെ അങ്ങനെ പറയുന്ന എൻ്റെ ഗ്രൂപ്പിന് പറഞ്ഞ പേരാണ് പോപ്പുലേഷൻ. ഇത് എൻ്റെ എല്ലാത്തിനും പറഞ്ഞ പേരാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ റിസർച്ച് പർപ്പസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എ സാമ്പിൾ ഓഫ് എനി നമ്പർ ഓഫ് പേഴ്സൺ സെലക്ടഡ് റെപ്രസെൻറ്റ് ദ പോപ്പുലേഷൻ അക്കോർഡിംഗ് ടു ദ സം റൂൾ. ഒരു പ്രത്യേക റൂളോ പ്ലാനൊക്കെ ഉപയോഗിച്ച് പ്രധാനപ്പെട്ട മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു റെപ്രസെൻറ്റേഷൻ, അതായത് റെപ്രസെൻറ്റീവ് പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ. ഓക്കെ, സാമ്പിൾ ഈസ് സിംപ്ലി പറയാം സ്മോളർ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പോപ്പുലേഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, ആദ്യം എഴുതുമ്പം സാമ്പിളിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പോപ്പുലേഷൻ എന്താണെന്ന് പറയണം. പോപ്പുലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയണം? സാമ്പിളിങ്. ഓക്കെ, സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പിളിംഗ് എന്ന് പറഞ്ഞ സമയത്ത് റെപ്രസെൻറ്റേറ്റീവ് പാർട്സ് ഓഫ് പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റീവ് പാർട്സ് എന്ന് പറയുന്ന പേരാണ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം എന്താണ്. ഓക്കെ, ജസ്റ്റ് നോക്കി നോക്കൂ. ഇതൊരു വലിയൊരു പോപ്പുലേഷനാണ്, വലിയൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു റെപ്രസെൻറ്റീവ് പാർട്ട് ഓഫ് സാമ്പിളിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പോപ്പുലേഷൻ റെപ്രസെൻറ്റീവ് പാർട്ട് ഓഫ് പോപ്പുലേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സാമ്പിളിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ 2 രീതിയിലാണ് നമ്മൾ സാമ്പിളിംഗ് നടത്താറുള്ളത്. ഒന്നാമത്തേതാണ് ഇവിടെ നിന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സാമ്പിളിങ്ങിനകത്തുള്ള ടൈപ്സിനെ കുറിച്ചാണ്, എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് എന്നുള്ളത്. അതിൽ ഒന്നാമത് പ്രോബബിലിറ്റി സാമ്പിളിംഗ്, രണ്ടാമത്തത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഒന്ന് പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഈ ഒരു ക്ലാസ്സിനകത്ത് നിങ്ങൾ ത്രൂ ഔട്ട് കേട്ടിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അതിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് മാത്രമാണ്. ഓക്കെ, വളരെ ചെറിയൊരു ക്ലാസ്സാണ്, പക്ഷേ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, പക്ഷേ ഒരു എക്സാം വ്യൂ പോയിന്റിൽ നമ്മൾ എത്രത്തോളം എക്സാമിൽ എഴുതണം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന പ്രോബബിലിറ്റി ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സിനെ കുറിച്ച് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഭയങ്കര കോൺഷ്യസ് ബുക്ക് നോട്ടൊക്കെ എടുത്ത് കൃത്യമായിട്ടിരിക്കുക, കൃത്യമായി നോട്ട് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് എക്സാമ്പിൾ എഴുതുക. ഓക്കെ, ഒന്നാമത്തെ സാമ്പിളിംഗ് മെത്തേഡ് പ്രോബബിലിറ്റി പല ടൈപ്സ് ഉണ്ട്. സിമ്പിൾ, റാൻഡം, ക്ലസ്റ്റർ, സിസ്റ്റമാറ്റിക്, സ്ട്രാറ്റിഫൈഡ്, കൺവീനിയൻസ്. അപ്പോൾ നമ്മളിവിടെ എന്താ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിനെ മാത്രം ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നുള്ളൂ കേട്ടോ. നോക്കാം പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്. എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്? എന്താണ് പ്രോബബിലിറ്റി? ഓക്കെ, എന്താണ് സാധ്യതകൾ? ഓക്കെ, പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ആർ characterized by the use of chance or random selection to create a sample. ഒരു കൃത്യമായിട്ടുള്ള ചാൻസോ റാൻഡം സെലക്ഷൻ നടത്തിയിട്ട് സാമ്പിളിംഗ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് characterized by the use of chance or random selection. ഇത് നോക്കിക്കോളി, റാൻഡം സെലക്ഷൻ ടു ക്രിയേറ്റ് എ സാമ്പിൾ. ഒരു സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി റാൻഡം സെലക്ഷൻ വഴി നടത്തുന്നതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്
method. Okay, these methods are designed to ensure that each member, okay, ഇതിൽ ഓരോ ടേം കൃത്യമായിട്ട് ഓരോ വരി പഠിച്ചേക്കുക, the each member of the population has an equal and non chance to be included in the sample. അപ്പോൾ ആ ഒരു പോപ്പുലേഷനകത്ത് ഇപ്പോൾ ഒരു 100 പേരുള്ള ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ 500 പേരുള്ള പോപ്പുലേഷൻ ആണെങ്കിൽ അതിൽ 500 പേരിൽ ഓരോരുത്തരും ഈ പറയുന്ന സാമ്പിളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ എന്തിന് റാൻഡം സെലക്ഷൻ വഴി 500 ഒരാൾ എന്തായാലും നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ഏതൊരു അതായത് എല്ലാവർക്കും ഈ പറഞ്ഞ സെലക്ട് ചെയ്യപ്പെടാൻ ഈ സാമ്പിളിൻ്റെ ഭാഗമാവാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, ദ ഡിസൈർഡ് സാമ്പിൾ സൈസ് മസ്റ്റ് ബി ക്ലിയർലി ആൻഡ് സ്പെസിഫൈഡ്. അതുപോലെ തന്നെ ഈ തന്നിട്ടുള്ള പ്രോബബിലിറ്റി സാമ്പിളിനകത്ത് വന്നിട്ടുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ സാമ്പിൾ ക്ലിയർ ആയിരിക്കും, പ്രിസൈസ്ഡ് ആയിരിക്കും, സ്പെസിഫിക് ആയിരിക്കും. ഓക്കെ, അതുകൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 3 പോയിന്റുകൾ എഴുതുക. റാൻഡം സെലക്ഷൻ, ഈക്വൽ ചാൻസ്, ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, ഇത് മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നും നിങ്ങളെ ഭാഗം ഒന്നും ആഡ് ചെയ്യേണ്ട. ഓക്കെ, മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുക, എന്താ പറയുക, ഇലാബറേറ്റ് ചെയ്യുക, എക്സ്പ്ലനേഷൻ എന്താ പറയുക, എക്സാമ്പിൾ വെച്ചാണ്ട് എല്ലാം നിങ്ങൾ ഈ 3 പോയിന്റ് മാത്രം എഴുതി നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് കിട്ടും. ഓക്കെ, പിന്നെ അടുത്തതാണ് നോക്കാം, നമ്മളെ റാൻഡം സെലക്ഷൻ ആണ്. ഈ പറഞ്ഞ എല്ലാവരെയും നമുക്ക് ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യാനുള്ള, റാൻഡംലി സെലക്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി നോക്കുന്നത് ഞാൻ പറയാൻ പോകുന്നത് സാമ്പിളിംഗ് പറഞ്ഞു, പോപ്പുലേഷൻ പറഞ്ഞു, 2 ടൈപ്പ് പറഞ്ഞു. ആ ടൈപ്പിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 3 ടൈപ്സ് മാത്രമാണ്. 3 types of probability sampling methods. 3 സാധനങ്ങൾ. ഈ 3 സാധനങ്ങൾ മാത്രം വന്നാൽ മതി, മാത്രം പഠിച്ചാൽ മതി. ഒന്നാമതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആൻഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ്, SSC. സിമ്പിൾ റാൻഡം, സ്ട്രാറ്റിഫൈഡ് റാൻഡം, ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഈ 3 സാധനങ്ങളും അടുത്തൊരു പാരഗ്രാഫായിട്ട് എഴുതണം. There are 3 types of probability sampling methods. These are the simple random, stratified random and cluster sampling. എന്നിട്ട് നമ്മൾ ഓരോന്ന് പറയും. ഒന്നാമത്തെ പ്രധാനപ്പെട്ട മാക്സിമം സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്. അപ്പോൾ ഹെഡിങ് ചെയ്താൽ ഒന്നാമത്തെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്, നമുക്ക് എന്ത് SRS, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യും, അതിനെ അബ്രിവേഷൻ എഴുതും ചെയ്യും. Okay, in a basic, it's a basic and widely used probability sampling method in which every member of the population has been equal chance of being selected for the sample. ഒരു സാമ്പിളിന് വേണ്ടി ഏറ്റവും കോമൺ ആയിട്ടും ഏറ്റവും ബേസിക് ആയിട്ടും ഏറ്റവും ഈസി ആയിട്ട് ഉപയോഗിക്കുന്ന സാമ്പിളിംഗ് മെത്തേഡാണ് സിമ്പിൾ SRS എന്ന് പറയുന്നത്. ഞാൻ SRS എന്നാണ് ഉപയോഗിക്കാം, SRS എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് എവറി മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ, ഓക്കെ, വിച്ച് എവറി മെമ്പർ ഓഫ് ദ പോപ്പുലേഷനകത്തുള്ള എല്ലാവരും ഹാസ് ബീൻ ഈക്വൽ ചാൻസ്. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ് ഫോർ ദ സാമ്പിൾ. ഈ പറഞ്ഞ പ്രോബബിലിറ്റി സാമ്പിളിനകത്ത് തന്നെ പ്രോബബിലിറ്റി സാമ്പിളിൻ്റെ ഒരു പ്രോമാക്സ് സാധനമാണ് ഈ പറയുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അതിനകത്തുള്ള എല്ലാവരും സെലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, it is a straightforward and unbiased way to create a representative sample from the larger population. ഒരു ലാർജർ പോപ്പുലേഷനകത്ത് നിന്നിട്ട് ഒരു കൃത്യമായിട്ടുള്ള സ്ട്രൈറ്റ് ആയിട്ട് അൺബയാസ്ഡ് ആയിട്ടൊരു പോപ്പുലേഷൻ സാമ്പിളിന് സെലക്ട് ചെയ്യാൻ ഈ പറഞ്ഞ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് സഹായിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാൽ ഇവരെല്ലാവരും കൂടി സ്ഥലത്തേക്ക് ഇട്ടിട്ട് ഇതിനകത്ത് നിന്ന് ആരെയും സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മോട് ബയാസ് കാണിച്ചു, നമ്മോട് വിവേചനം കാണിച്ചു എന്നൊരു പരിപാടിയൊന്നും ഉണ്ടാവില്ല. എല്ലാവരെയും സെലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് SRSനകത്ത്. ഈ SRS തന്നെ എന്തുണ്ട്, 2 രീതിയിലുണ്ട്. 2 രീതിയിൽ SRS നടക്കാറുണ്ട്. ഒന്ന് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ്. ഓക്കെ, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് എന്താണ് SRSWR. ഓക്കെ, each member of the population has equal chance of being selected, and after selection they are placed back into the population before the next election. ഓക്കെ, മനസ്സിലായോ? സിമ്പിളായിട്ട് പറഞ്ഞതാണ്. നമ്മളിപ്പോൾ ഒരു നോട്ട് എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു 5 നോട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ആൾ എടുക്കാൻ പറഞ്ഞു, എടുത്തപ്പോൾ 4ആയി. ഓക്കെ, 4ആയി. പക്ഷേ എന്ത് ചെയ്യും, അടുത്ത നോട്ട് എടുക്കാണ്ടി മുന്നേ ഈ നേരത്തെ നോട്ട് വീണ്ടും തിരിച്ചിടും. ഓക്കെ, അയക്കാൻ തിരിച്ചിടും. അപ്പോൾ വീണ്ടും പ്രോബിലിറ്റി എന്നാൽ പിന്നെയും 5 നിന്ന് എടുക്കാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, 5 നോട്ട് ഉണ്ടെങ്കിൽ ഒരു നോട്ട് ഒരാൾ എടുത്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പക്ഷെ അങ്ങനെയല്ല, ഒരാൾ എടുത്തു കഴിഞ്ഞാൽ എടുത്ത സാധനം വീണ്ടും മടക്കി തീക്കിടും, എന്നിട്ട് അടുത്ത ആളെ കൊണ്ട് 5 തന്നെ എടുക്കും. ഓക്കെ, ഈ സാധനമാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് നടത്തിയിട്ട്. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് ദ സെയിം ഇൻഡിവിജ്വൽ ഓർ ഐറ്റം ക്യാൻ ബി സെലക്ടഡ് മൾട്ടിപ്പിൾ ടൈംസ് ഇൻ ദ സാമ്പിൾ. ഓക്കെ,
അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് P is equal to n-1. അതിലായിരിക്കും ഈ ടോട്ടൽ നമ്പറിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോൾ രണ്ടാമത് P1 ആണെങ്കിൽ P2 ആണെന്നുണ്ടെങ്കിലും സെയിം സാധനമാണ് n-1. P3 ആണെന്നുണ്ടെങ്കിലും n-1. ഈ സെയിം സാധനത്തിൽ എന്നാവും പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ SRSWR മനസ്സിലായിട്ട് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇപ്പോൾ മാറുന്നില്ലേ. ഓക്കെ, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. Simple random sampling without replacement. Each selected individual not placed back into the population there for the next selection. നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ഒരു സെലക്ഷൻ എടുത്തു കഴിഞ്ഞു തിരിച്ചതിലേക്ക് റിപ്ലേസ് ചെയ്യുന്നു. ഇവിടെ റീപ്ലേസ്മെന്റ് ഇല്ല. വൺസ് ഇൻഡിവിജ്വൽ ചൂസ് ചെയ്താൽ ദേ ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ ഫർദർ സെലക്ഷൻ. ഓക്കെ, ഒരു തവണ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഇത് 5 ഒരു പാത്രത്തിനകത്ത് 5 നോട്ടുണ്ട്. ആ നോട്ടിനകത്ത് വൺസ് ഒരു സാധനം സെലക്ട് ചെയ്തു, ടോട്ടൽ 5 നിന്ന് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 4 ഓക്കെ, ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ 4 നിന്നായിരിക്കും അടുത്ത സെലക്ഷൻ, പിന്നെ 3 നിന്നായിരിക്കും, 2 നിന്നായിരിക്കും. ഓക്കെ, അങ്ങനെ സെലക്ഷൻ കുറഞ്ഞ് വരും. അതായത് ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് n/1 ആയിരിക്കും, ഈ 1/n രണ്ടാമത്തെ 1/n-1 ആയിരിക്കും, പിന്നെ ഒന്നത് P3 വരുമ്പോൾ 1/n-2. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തെ നമ്മൾ റിപ്ലേസ്മെൻറ്റ് നടത്തുന്നുണ്ട്, ഇവിടെ റിപ്ലേസ്മെൻറ്റ് നടത്തുന്നില്ല. ഇതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനകത്തുള്ള 2 ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അടുത്ത് നോക്കാം. ഓക്കെ, പോപ്പുലേഷനകത്ത് വന്നു സിമ്പിൾ റാൻഡം വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിനകത്ത് ഉള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആണിത്. ഓക്കെ, സാമ്പിളിങ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിൽ ഓക്കെ ഇങ്ങനെ നടക്കുന്നതും വിത്തിലും നടക്കുന്നതുള്ളത്. ഓക്കെ, ഇനി എന്താണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് കൊണ്ടുള്ള ഉപയോഗം എന്താണ്? പ്രധാന അഡ്വാൻറ്റേജ് ഇപ്പോൾ എഴുതേണ്ട കാര്യം എല്ലാം പറഞ്ഞു. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്താ പറഞ്ഞു, 2 ടൈപ്സ് പറഞ്ഞു. ഇനി വേണ്ട അഡ്വാൻറ്റേജസും എക്സാമ്പിൾ പറയണേ, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. എന്താ പറഞ്ഞിട്ടായിരുന്നു, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഇസ് അൺബയാസ്ഡ്. ഓക്കെ, അപ്പോൾ അൺബയാസ്ഡ് ആണ്. എന്തുകൊണ്ടാണ് അൺബയാസ്ഡ് ആവാത്തുന്നത്? കാരണം എല്ലാ പോപ്പുലേഷൻ എല്ലാവരും എടുക്കുന്നുണ്ട്, അതാണ് അൺബയാസ്ഡ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡ് ആണ്. നമ്മളിപ്പോൾ എന്ത് മെത്തേഡ് ആണെങ്കിലും അത് സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡ് ആയിട്ടുള്ള മെത്തേഡാണ്. പിന്നെ സിമ്പിൾ ആണെന്നുള്ളത്. ഈ 3 സാധനങ്ങൾ അഡ്വാൻറ്റേജ് ചെയ്താൽ ലിമിറ്റേഷൻ ഓഫ് SRS നോക്കുമ്പോൾ സാമ്പിളിംഗ് ഫ്രെയിം ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്, കുറേ സമയം എടുക്കാൻ സാധ്യതയുണ്ട്. എല്ലാ കേസസും ഇത് എന്താ സ്യൂട്ടബിൾ അല്ല. ഒരുവിധം എല്ലാ നമുക്ക് എന്താ പറയുക സാമ്പിളിംഗ് മെത്തേഡിൽ ഉപയോഗിക്കാൻ പറ്റുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇത്. ഓക്കെ, ഇത് പറയാം കുറച്ച് ചെറിയൊരു ഡിസ്റ്റിങ്ഷനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ, ഡിസ്ക്രിപ്ഷനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുൾ മാർക്ക് അവിടെ വീണ് കഴിഞ്ഞു. നമ്മൾ മാർക്കിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. എത്ര മാർക്കിന് എത്ര എഴുതുന്നുള്ളത്, അതിനപ്പുറത്ത് കോൺസെപ്റ്റ് മനസ്സിൽ കാണാതെ പഠിച്ച് പോയിട്ട് എഴുതുന്ന എക്സാം അല്ല റിസർച്ച് എന്ന് പറഞ്ഞത്. സിമ്പിളായിട്ട് കാര്യം മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറയാൻ പറ്റും. അങ്ങനെ നമുക്ക് അടുത്തേക്ക് പോകാം അല്ലേ. പ്രോബബിലിറ്റി സാമ്പിളിനകത്ത് രണ്ടാമത്തെ ഏതായിരുന്നു? അത് ഉണ്ടായിരുന്നത് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, സ്ട്രാറ്റിഫൈഡ്. ഓക്കെ, used in the research to ensure that subgroup strata within a population are adequately represented in the sample. ഓക്കെ, ഈ വന്നിട്ടുള്ള പോപ്പുലേഷനകത്തുള്ള ആൾക്കാരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗ്രൂപ്പുകളാക്കുക, അതിൻ്റെ അപ്പുറത്ത് സ്ട്രാറ്റയാക്കുക. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്ട്രാറ്റയാക്കുക എന്നുള്ളതാണ്. സബ് ഗ്രൂപ്പ് ആക്കുക, അവിടെ സ്ട്രാറ്റയാക്കുക, കുഞ്ഞു ഗ്രൂപ്പുകളാക്കുക. പെർട്ടിക്കുലർലി യൂസ്ഫുൾ when the population heterogeneous and can be divided into distinct group each unique characteristics. അതായത് ആ ഒരു പോപ്പുലേഷൻ നമുക്ക് എങ്ങനെ പല രീതിയിൽ ഗ്രൂപ്പാക്കാൻ പറ്റുന്ന ഒരു ഹെട്രോജീനിയസ് ആയിട്ടുള്ള പോപ്പുലേഷൻ, ഒരുപോലത്തെ ആൾക്കാരല്ല. ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിലുള്ള ആൾക്കാരാണ്, ഡിഫറെൻറ്റ് റീതിയിലുള്ള ആൾക്കാരാണ്, ഡിഫറെൻറ്റ് റേസിലുള്ള ആൾക്കാരാണ്, ഡിഫറെൻറ്റ് എത്തിനിസിറ്റിയുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ആ പോപ്പുലേഷനകത്ത് നമ്മൾ പല റിസർച്ചിൻ്റെ പർപ്പസിന് വേണ്ടി പല സബ് ഗ്രൂപ്പുകളാക്കാൻ നോക്കും. ഇത് ഹെട്രോജീനിയസ് ആൻഡ് ഡിവൈഡഡ് ഇൻറ്റു ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ് ഓർ ഡിസ്റ്റിങ്ക്റ്റ് സ്ട്രാറ്റ എന്ന ടൈം ഉപയോഗിക്കുന്നത്. ഡിസ്റ്റിങ്ക്റ്റ് സ്ട്രാറ്റ ടു യുണീക്ക്, അവർക്ക് വന്നിട്ടുള്ള യുണീക്ക് ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചാൽ നമ്മൾ അതിനെ ഡിസ്റ്റിങ്ക്റ്റ് ഡാറ്റകളാക്കുന്നു, ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പുകളാക്കുന്നു. The stratified sampling aims to provide a more accurate and representative sample by selecting proportional number of individuals from the each stratum. Okay, സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊപ്പോർഷണൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഓരോ സ്ട്രാറ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, ആ സ്ട്രാറ്റൊക്കെ പറഞ്ഞ പേരാണ്, ആ ഗ്രൂപ്പിൽ നിന്ന് സ്ട്രാറ്റ് എന്ന് പറയും. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് പറഞ്ഞ സമയത്ത് ഈ 3 സാധനങ്ങൾ. ഒന്നാമത് ensure subgroup in strata within a population അടിക്ക് റെപ്രസെൻ്റ് ഒരു സ്ട്രാറ്റ ആക്കുന്നു. പിന്നെ നമ്മൾ എന്ത് പർട്ടിക്കുലർലി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സബ് ഗ്രൂപ്പ് ആക്കുന്നു. ഓക്കെ, അതിൽ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് അക്യുറേറ്റ് ആൻഡ് റെപ്രസെൻറ്റീവ് സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നു, അതിൽ ഈ സ്ട്രാറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഈ 3 ടോപ്പിക്കും 3
പോയിന്റ് മാത്രം ആഡ് ചെയ്യാം. ഓക്കെ, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൻ്റെ റെപ്രസെൻറ്റേഷൻ നോക്കാം. ടോട്ടൽ പോപ്പുലേഷൻ വന്നേ, ടോട്ടൽ പോപ്പുലേഷൻ എല്ലാവരും ഉണ്ട്. അവിടെ നീലയുണ്ട്, പച്ചയുണ്ട്, വയലറ്റ് ഉണ്ട്, അതുപോലെ പല പല കളറുണ്ട്. ഓക്കെ, ഇവിടെ സമയത്ത് നമ്മൾ സ്ട്രാറ്റി ആക്കി. ഓക്കെ, ഈ പച്ചക്കാരെല്ലാവരും ഗ്രൂപ്പിലാക്കി. ഈ നീല എന്നുള്ളത് നീലക്കാരെ, അതുപോലെ തന്നെ വയലറ്റാരെ, അതുപോലെ തന്നെ ഈ വേറൊരു നീല, കടുന്നീല, ഇവരൊക്കെ 4 ഗ്രൂപ്പാക്കി. ഇനി റാൻഡം സെലക്ഷൻ നടക്കരുത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോബിലിറ്റി സമയത്ത് റാൻഡം സെലക്ഷൻ നടക്കുന്നത്. റാൻഡം സെലക്ഷൻ നടത്തി മിക്സ് ചെയ്തിട്ട് അതിനൊരു ഗ്രൂപ്പിനെ ഇതാണ് അവസാനത്തെ സാമ്പിൾ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ ഇങ്ങനെ സ്ട്രാറ്റ് രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിന് വ്യത്യസ്തമാവുന്നത്. ഓക്കെ, ഒരു സ്ട്രാറ്റ് രൂപപ്പെടുത്തുന്നു, അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു, അതൊന്നും റാൻഡം സെലക്ഷനാണ് നടത്തുന്നത്, മനസ്സിലാക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്നാൽ മനസ്സിൽ വിചാരിക്കുന്നു. ഓക്കെ, സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനകത്ത് നമ്മൾ ഡിസ്റ്റിങ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും നോക്കാം അല്ലേ? ഉണ്ട്, ഇതിലുണ്ട് 2 രീതിയിലുള്ള ഡിസ്റ്റിങ്ഷൻ ഇതിനകത്തുണ്ട്. ഒന്ന് പ്രൊപ്പോർഷനേറ്റ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, ഒന്നാമത് പ്രൊപ്പോർഷനേറ്റ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും രണ്ടാമത്തത്? ഏതായിരിക്കും എന്ന് പറഞ്ഞു നോക്കി. യെസ്, ഡിസ്പ്രപ്പോർഷനേറ്റ് പ്രൊപ്പോർഷനേറ്റ് അല്ലാത്ത രീതിയിൽ പ്രൊപ്പോർഷൻ അല്ലാത്ത രീതിയിൽ എടുക്കുന്നതിന്. ഓക്കെ, എന്താണ് പ്രൊപ്പോർഷനേറ്റ് റാൻഡം സാമ്പിളിംഗ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്, വിച്ച് സാമ്പിൾ സൈസ് ഫോർ ഈച്ച് സ്ട്രാറ്റം ഓർ സബ് ഗ്രൂപ്പ് ഡിറ്റർമൈൻഡ് ഇൻ എ പ്രൊപ്പോർഷൻ സൈസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് സ്ട്രാറ്റം വിത്തിൻ ദ പോപ്പുലേഷൻ. ആ പോപ്പുലേഷനകത്ത് ഒരുപാട് പോപ്പുലേഷൻ, നമ്മൾ കറുപ്പും പച്ചും നീലും മഞ്ഞ രീതിയിലൊക്കെ ആക്കിയ പോലെ തന്നെയുള്ളൊരു പോപ്പുലേഷൻ ആയിരിക്കും. ആ പോപ്പുലേഷനകത്ത് സാമ്പിൾ സൈസ് ഓഫ് ഈച്ച് സ്ട്രാറ്റം കാൽക്കുലേറ്റ് പ്രൊപ്പോർഷണലി ടിപ്പിക്കലി ബേസ്ഡ് ഓൺ ദ സ്ട്രാറ്റം സൈസ് റിലേറ്റീവ് ടു ടോട്ടൽ പോപ്പുലേഷൻ. തന്നിട്ടുള്ള പോപ്പുലേഷൻ ഒരു എക്സാമ്പിൾ നോക്കിയോളി. എക്സാമ്പിൾ വന്നു ഒരു ഗ്രൂപ്പ്, ഒരു പോപ്പുലേഷൻ, ആ പോപ്പുലേഷനകത്ത് പല ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, ഞാൻ അവിടെ സ്ട്രാറ്റ് ആക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു 15 മുതൽ 20 വയസ്സ് വരെയുള്ള ഒരു ഗ്രൂപ്പ്, ഒരു സ്ട്രാറ്റ്. പിന്നെ 21 മുതൽ ഈ പറയുന്ന ഒരു 40 വരെയുള്ള ഒരു ഗ്രൂപ്പ്, അതുപോലെ തന്നെ 41 മുതൽ 60 വരെയുള്ള ഗ്രൂപ്പ്. ഇങ്ങനെ തന്നെ ടോട്ടൽ പോപ്പുലേഷൻ, അവിടെയുള്ള ടോട്ടൽ ഇതിൽ തന്നെ ഓരോ പോപ്പുലേഷനകത്തും എണ്ണം കുറവായിരിക്കും പല ഏജ് റേഞ്ചിൽ. അപ്പോൾ ഈ ഗ്രൂപ്പിലൊക്കെ ചിലപ്പോൾ നല്ല എണ്ണം ഉണ്ടായിരിക്കും, ഇതിൽ കുറവായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഇതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ എടുക്കുന്നു, പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ളൊരു പോപ്പുലേഷൻ എല്ലാത്തിനും എടുക്കുന്നു, ഇത്ര ശതമാനത്തിന് കണക്കാക്കിയാണ് പ്രപ്പോർഷനേറ്റ് ആയിട്ട് എടുക്കുന്നു, എന്നിട്ട് നമ്മൾ സ്ട്രാറ്റ് ആക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ സ്ട്രാറ്റ് ആക്കുന്നതാണ് ഈ പറയുന്ന പ്രപ്പോർഷനേറ്റ് stratified random sampling. They provide proportional representation, enhance the precision and estimating population characteristics. അതായത് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ എൻഹാൻസ് ദ പ്രെസിഷൻ ആൻഡ് എസ്റ്റിമേറ്റിംഗ് പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നമുക്ക് കൃത്യമായിട്ട് സാമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് കൃത്യമായിട്ടുള്ള ഒരു പെർസെൻറ്റേജിൽ ഇതിനൊരു 15%, കൃത്യം 15%, 20% കൃത്യമായിട്ടുള്ളൊരു പ്രപ്പോർഷനേറ്റ്. ഡിസ്പ്രപ്പോർഷൻ പറയുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇവിടെ സ്ട്രാറ്റ് തന്നെ ആക്കുന്നത്. ഓക്കെ, ഡിസ്പ്രപ്പോർഷനേറ്റ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് സ്ട്രാറ്റ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. വേരിയേഷൻ ഓഫ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് വേർ ദ സാമ്പിൾ സൈസ് ഫോർ ഈച്ച് സ്ട്രാറ്റം ഈസ് നോട്ട് ഡിറ്റർമൈൻ ദ പ്രപ്പോർഷൻ. ഈ പറഞ്ഞ സാമ്പിൾ സൈസ് അല്ല, ഈ പറഞ്ഞ സ്ട്രാറ്റം സാമ്പിൾ സൈസ് അല്ല, ഈ പറയുന്ന ഡിറ്റർമൈൻ ദ പ്രപ്പോർഷൻ ഓഫ് സൈസ് ഓഫ് ദ പോപ്പുലേഷൻ സൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. The allocation may not be proportional. Stratum size, some strata may receive more sampling. ചില ഗ്രൂപ്പ് കൂടുതൽ ഇതുണ്ടായിരിക്കും. Then proportionate in the population other receive fewer. നേരത്തെ പറഞ്ഞിട്ടുള്ള ഏജ് റേഞ്ച് നോക്കുന്ന സമയത്ത് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ സ്ട്രാറ്റ് ഉണ്ടാക്കുന്നെങ്കിൽ കൂടിയും ഞാൻ അതിനകത്തുള്ള യങ് അഡൽസിനെ മാത്രമാണ്, ഈ പറഞ്ഞ 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഗ്രൂപ്പിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അതിനകത്തും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാത്തിനും പ്രൊപ്പോർഷനേറ്റ് ആയിട്ടൊന്നും എടുക്കുന്നില്ല. അങ്ങനെ സ്ട്രാറ്റ് ആക്കുന്നുണ്ട്, പക്ഷേ റാൻഡം സെലക്ഷനിൽ പ്രധാനമായി ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു ഗ്രൂപ്പിൽ ഡിസ്പ്രപ്പോർഷനായിട്ടാണ്. ഹലോ, researchers to focus on specific strata, particular interest which can be useful when the specific subgroup. അതായത് നമുക്ക് ആ ഡാറ്റയിൽ ആ റിസർച്ചിനകത്ത് അല്ലെങ്കിൽ ആ ഡാറ്റ കളക്ഷനകത്ത് നമുക്ക് ആവശ്യമുണ്ട്, നമ്മൾ ഹൈപ്പോത്തസിസിന്റെ ആവശ്യം ഉണ്ടായിരിക്കും ഈ ഏജ് റേഞ്ചിൽ നിന്നാണ് വേണ്ടി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഏജ് റേഞ്ചിന് മാത്രം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ്റെ യങ്സ്റ്റേഴ്സിൻ്റെ എന്ത് ചോദിക്കുന്നത്, യങ്സ്റ്റേഴ്സിൻ്റെ ഒപ്പീനിയനാണ് അന്വേഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ നോക്കുകയാണെങ്കിൽ പല ഏജ് റേഞ്ചിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ, പക്ഷേ നമ്മളെന്താണ് ഈ 21 to 30 ഈ ഗ്രൂപ്പിനെയാണ് അവർക്ക് എന്ത് യങ്സ്റ്റേഴ്സ് ആയിട്ട് കണക്കാക്കാൻ നോക്കുമ്പോൾ അവരെ നിന്നാണ് ഡാറ്റ എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഡിസ്പ്രപ്പോർഷനേറ്റ് എടുക്കുന്നത്. അല്ലാതെ അവിടെ ഒരു മിഡിൽ നല്ല വയസ്സുള്ള ആൾക്കാർ കുട്ടികളെ നമുക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഡിസ്പ്രപ്പോർഷനേറ്റ് നടക്കുന്നത്. ഓക്കെ, സിമ്പിൾ റാൻഡം കഴിഞ്ഞു, സ്ട്രാറ്റിഫൈഡ് കഴിഞ്ഞു, സ്ട്രാറ്റിഫൈഡ് സബ് ഗ്രൂപ്പ് കഴിഞ്ഞു,
ഓക്കെ, അടുത്ത് പ്രപ്പോർഷനേറ്റും ഡിസ്പ്രപ്പോർഷനേറ്റും സ്ട്രാറ്റ് രൂപപ്പെടുത്തുന്നു. ഇതാണ് ഇതിന് പ്രത്യേക സ്ട്രാറ്റ് രൂപപ്പെടുത്തുന്നു. പ്രപ്പോർഷനേറ്റ് ആയിട്ടും ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടും എടുക്കുന്നു. ഓക്കെ, അതിന് മെയിൻ ലിമിറ്റേഷൻ ഏതൊക്കെയാണെന്നുള്ളത്, അഡ്വാൻറ്റേജും ലിമിറ്റേഷൻ. റെപ്രസെൻ്റ് ചെയ്യുന്നവസ്, ഈ പറയുന്ന എല്ലാ പോപ്പുലേഷനും റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങിൻ്റെ പ്രധാനം. പിന്നെ പ്രിസൈസ് ആയിരിക്കും, എഫിഷ്യൻസി ഉണ്ട്, നമുക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് കൃത്യം പറ്റും. കാരണം നമ്മൾ കൺട്രോൾഡ് ആണ്. ഓക്കെ, നമ്മൾ സ്ട്രാറ്റ് ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് പോയിട്ട് സെലക്ട് ചെയ്യില്ല, പകരം എന്താണ്, കൺട്രോൾഡ് ആണ്. ഈ പറയുന്ന ഒരു സ്ട്രാറ്റും സബ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ലിമിറ്റേഷൻ അത്ര കോംപ്ലക്സ് ആണ്. ഈ സ്ട്രാറ്റ് ഉണ്ടാക്കലും മേജർ റേഞ്ചിൽ തപ്പിയെടുക്കലും മേജർ റേഞ്ചിലുള്ള ഇങ്ങനെ ഗ്രൂപ്പ് ആക്കലും ഒരു സ്ട്രാറ്റ് രൂപപ്പെടുത്താൻ ചിലപ്പോൾ കോംപ്ലക്സ് വലിയ പോപ്പുലേഷൻ എത്തുന്നത്. സാമ്പിളിംഗ് ഫ്രെയിം ഇഷ്യൂസ്, റിസോഴ്സ് ഇൻറ്റൻസീവ് ആയിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രധാനമായിട്ട് ലിമിറ്റേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തതാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ എന്തായിരുന്നു ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഒന്നാമത്തത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, SSC cluster sampling. The population is divided into clusters or groups and the random sample clusters is selected. ഇവിടെ നമ്മൾ എടുക്കുന്ന ക്ലസ്റ്ററുകളായിട്ടാണ്. ഓക്കെ, പോപ്പുലേഷൻ ഈ പറഞ്ഞ ടോട്ടൽ പോപ്പുലേഷനെ സാമ്പിളിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ക്ലസ്റ്റേഴ്സ് ആക്കും. Then this method is particularly useful when the population is large and dispersed, difficult to access. അത് വലിയൊരു പോപ്പുലേഷനകത്തേക്ക് കയറിച്ചില്ല, അല്ലെങ്കിൽ അതിന് ഡാറ്റ എടുക്കുക എന്നുള്ളത് ഒരു ലാർജായ പോപ്പുലേഷനിൽ നിന്ന് ഡാറ്റ എടുക്കുക പലപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടി നമ്മൾ ക്ലസ്റ്റേഴ്സ് ആക്കുന്നത്, മീൻസ് ഏരിയാസ് ആക്കും. ഇതിന് ഏരിയ സാമ്പിളിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഡിവൈഡ് ദ പോപ്പുലേഷൻ ദ ക്ലസ്റ്റേഴ്സ് സബ് ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ദ സം ലോജിക്കൽ ക്രൈറ്റീരിയാസ്. അപ്പോൾ സംശയം തോന്നിയില്ലേ, ഇപ്പോൾ തന്നെയല്ലേ സ്ട്രാറ്റിഫൈഡ് എന്നുള്ളത്, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡിവൈഡ് ദ പോപ്പുലേഷൻ ദ ക്ലസ്റ്റേഴ്സ് ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ദ സം ലോജിക്കൽ ക്രൈറ്റീരിയ, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, സ്കൂൾസ്, ഹൗസ് ഹോൾഡ്, നൈബർഹുഡ്സ് ആൻഡ് ഓർഗനൈസേഷൻ. മറ്റ് ടോട്ടൽ പോപ്പുലേഷൻ ഏജ് റേഞ്ച് പോലുള്ള സ്ട്രാറ്റജിയാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ തന്നെ അതിൻ്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അനുസരിച്ചായിരിക്കും. ഓക്കെ, ഒരേ നാട്ടിൽ തന്നെ ഒരേ കൃഷി ചെയ്യുന്ന ആൾക്കാർ, ഡിഫറെൻറ്റ് കൃഷികൾ ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, നേരത്തെ ഒരേ ഏജ് റേഞ്ചിൽ ആൾക്കാർ ചിലപ്പോൾ ഡിഫറെൻറ്റ് കൃഷി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മൾ ഒരു കൃഷിയുള്ള നാട്ടിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഗോതമ്പ് കൃഷി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അരി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ കുഞ്ഞു ഗ്രൂപ്പാക്കും. അതിനകത്ത് തന്നെ വലിയ കൃഷി ചെയ്യുന്ന പോലെ വേറെ കൃഷി മിക്സഡായി ചെയ്യുന്ന പല രീതിയിൽ കുഞ്ഞു ക്ലസ്റ്റർ ഇൻ ഓരോ ജോഗ്രഫിക്കൽ ഏരിയകൾ. ഓക്കെ, അങ്ങനെയാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഒരു ഡിഫൈൻ പോപ്പുലേഷൻ വെക്കും, അതിന് നമ്മൾ പോപ്പുലേഷനെ ക്ലസ്റ്റർ ആക്കും. ആ ക്ലസ്റ്ററിനകത്ത് പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, റാൻഡംലി സെലക്ട് ചെയ്യും, അതിന് വീണ്ടും റാൻഡം സെലക്ഷൻ നടത്തും. അതാണ് ഈ പറയുന്ന ക്ലസ്റ്ററുകൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്ലസ്റ്റർ സാമ്പിളിങ്ങിൻ്റെ പ്രത്യേകത. ഏരിയ സാമ്പിളിങ്, ജോഗ്രഫിക്കൽ ഏരിയ എന്നൊക്കെ കൃത്യമായിട്ട് ക്ലസ്റ്ററുകൾ രൂപപ്പെടുത്തുക എന്നുള്ളത്. ഓക്കെ, അതിനകത്ത് അഡ്വാൻസ് എന്ന പ്രാക്ടിക്കാലിറ്റിയാണ്. നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റും, ഈസി ആയിരിക്കും കുറച്ചുകൂടി. കാരണം പല ഗ്രൂപ്പ് ആക്കുമ്പോൾ ഈസി ആയിരിക്കും. ഓക്കെ, വീണ്ടും ആ ഗ്രൂപ്പിനകത്ത് വീണ്ടും നേരത്തെ പറഞ്ഞ മാതിരി പ്രൊപ്പോർഷനോ ഡിസ്പ്രപ്പോർഷനോ ഒന്നും അല്ല, ആ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരെയും അതിനകത്ത് പെടുത്തും. എൻ്റെ എഫിഷ്യൻസി നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡാറ്റ കിട്ടും. റാൻഡമൈസേഷൻ 2 ലെവൽസ് നടക്കും. ഓക്കെ, ഒന്ന് നേരത്തെ പറഞ്ഞ സ്ട്രാറ്റ് ലെവലിൽ നടക്കും, പിന്നെ റാൻഡം അതിൽ നടക്കും. 2 രീതിയിലുള്ള റാൻഡമൈസേഷൻ നടക്കും. ഈ ആക്സസ് ചെയ്യാൻ സുഖമായിരിക്കും. പിന്നെ റെഡ്യൂസ് പ്രിസിഷൻ ചിലപ്പോൾ കുറവായിരിക്കാം. ഇൻട്രാ ക്ലസ്റ്റർ വേരിയബിൾ, അതായത് 2 ക്ലസ്റ്റർ ഉണ്ടാക്കുന്ന സമയത്ത് 2 ക്ലസ്റ്റർ നമ്മൾ വലിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും. ഈ 2 ക്ലസ്റ്റർ നമ്മൾ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പിന്നെ റാൻഡം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ ക്ലസ്റ്ററിൽ എഫക്റ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അനാലിസിലേഷൻ കോംപ്ലക്സ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് മെയിനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സാമ്പിളിംഗ്, എന്താണ് പോപ്പുലേഷൻ എന്നും, എന്താണ് സാമ്പിളിംഗ് എന്നും. ഓക്കെ, എന്താണ് സാമ്പിളിംഗ് എന്നും സാമ്പിളിങ്ങിൻ്റെ പ്രോസസ് എങ്ങനെയാണെന്നുള്ളതും. ഓക്കെ, 2 രീതിയിലുള്ള സാമ്പിളിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ 2 സാമ്പിളിംഗ് മെത്തേഡ്സ് കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് പ്രോബബിലിറ്റി, നോൺ പ്രോബബിലിറ്റി. ഓക്കെ, നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. എന്താണ് പ്രോബബിലിറ്റി എന്നുള്ളതും ഈ പറയുന്ന 3 സാധനങ്ങളെ കുറിച്ച് പറയണം എന്നുള്ളതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ ഉള്ളത് ടൈപ്സ് ഓഫ്, ഈ 3 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ 3 എന്താണെന്ന് പറയണം. സിമ്പിൾ എന്താണ്, സിമ്പിൾ എന്താണ്, അതിൻ്റെ സിമ്പിളിൻ്റെ 2 മെത്തേഡ്സ്, പിന്നെ ഉള്ളത് അഡ്വാൻറ്റേജസും ലിമിറ്റേഷനും, പിന്നെ സ്ട്രാറ്റിഫൈഡ് പറഞ്ഞു, സ്ട്രാറ്റിഫൈഡിനകത്തുള്ള പ്രൊപ്പോർഷനേറ്റും ഡിസ്പ്രപ്പോർഷനേറ്റും പറഞ്ഞു. പിന്നെ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷനും പറഞ്ഞു. ക്ലസ്റ്റർ സാമ്പിളിങ് പറഞ്ഞു, ക്ലസ്റ്റർ സാമ്പിളിങ്ങിനകത്തുള്ള എങ്ങനെ പ്രോസസ്സ് നടക്കുന്നത് പറഞ്ഞു. ഓക്കെ, അതിലങ്ങനെ വേറെ ടൈപ്സ് സാധനങ്ങളൊന്നുമില്ല, മനസ്സിലാക്കി വെക്കണം. പിന്നെ അതിൻ്റെ ലിമിറ്റേഷനും
അഡ്വാൻസും പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന പ്രോബബിലിറ്റി സാമ്പിളിംഗ് അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണ്, ടൈപ്സ് എന്താണ് ചോദിക്കും, നിർബന്ധമായിട്ട് എക്സാം ചോദിക്കും. ഇത് ചോദിക്കാതെ ഒരു എക്സാം ഇതുവരെ കടന്നു പോയിട്ടില്ല. ഓക്കെ, നേരത്തെ പറഞ്ഞ ഹൈപ്പോത്തസിസ് പറഞ്ഞ പോലെ തന്നെ എന്തായാലും നമുക്കൊരു വലിയ ഏറ്റവും ഹൈ സ്കോറിനൊക്കെ ചോദിക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ എക്സാം ആ രീതിയിൽ ആയതുകൊണ്ട് തന്നെ ഏത് എഴുതാനുള്ള സീലിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാൻ, കാരണം ഇതിനകത്ത് കൃത്യമായിട്ടുള്ള പോയിന്റ്സ് കാണാതെ പഠിക്കേണ്ട, മനസ്സിലാക്കി വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ സാമ്പിളിനെ കുറിച്ചുള്ളത്. ബാക്കി നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും അതിൻ്റെ മെത്തേഡ്സും അതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഗ്രീൻ സ്ക്രീൻ എടുത്ത് ഇവിടെ വെക്കാൻ പറ്റില്ലേ? അല്ല, ചില വീഡിയോസിന് ഇത് പറ്റില്ലല്ലോ. നല്ലൊരു മുന്നേറ്റം ആവില്ലേ? ഗ്രീൻ സ്ക്രീൻ ഇവിടെ വെച്ചാൽ രണ്ടും ചെയ്യാലോ. എന്ത് ചെയ്യാം? അത് സ്റ്റോപ്പ് ആക്കിയില്ല.